ഇന്നത്തെ ഗോസ്പലിൽ ഉപമയുടെ തലക്കെട്ട് മുന്തിരിത്തോട്ടിലെ കൃഷിക്കാരെന്നാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ഉടമസ്ഥൻ എന്നാണ് ഇടേണ്ടത്. കാരണം ഇന്നത്തെ ഗോസ്പലിൻ്റെ ഹീറോ എന്ന് പറയുന്ന ഉടമസ്ഥൻ തന്നെയാണ്. ഇന്നത്തെ സംഭവം നമ്മുടെ നാട്ടിൽ യൂണിയൻകാർ കണ്ടു കഴിഞ്ഞാൽ ഈ ഉടമസ്ഥൻ്റെ ബിസിനസ് കെട്ടിപ്പൂട്ടി ആളെ കട്ടപ്പുറത്ത് കയറ്റിയാനെ. കാരണം ഈ ഉടമസ്ഥൻ്റെ നിഘണ്ടുവിൽ ഇൻക്രിമെൻറ്റ്, ഇയേഴ്സ് ഓഫ് സർവീസ്, ബോണസ് എന്നുള്ള വാക്കുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഈ ഉടമസ്ഥൻ്റെ പ്രത്യേകത, അദ്ദേഹം നേരിട്ടാണ് ജോലിക്കാരെ വിളിക്കാൻ പോകുന്നത്. അവിടെ സൈറ്റ് മാനേജർ, ഫോർമാൻ എന്നും പറഞ്ഞു വിടില്ല, നേരിട്ട് പോയിട്ട് എഗ്രിമെൻ്റ് അടുത്താണ് ന്യായമായ കൂലിക്ക് 1 ദിനാറൊക്കെ എഗ്രിമെൻ്റ് അടുത്ത് വിളിച്ചുകൊണ്ട് വരാണ്. പിന്നീട് 4 തവണയാണ് പല പല സമയമായിട്ട് ഈ മനുഷ്യൻ ചന്തസ്ഥലത്ത് പോയിട്ട് അലസരായിട്ട് നിന്നിട്ടുള്ള ജോലിക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഏറ്റവും അവസാനത്തെ മണിക്കൂർ, 1 മണിക്കൂർ മാത്രം പണിയെടുക്കുള്ളൂ എന്നറിയാം, എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് വരാൻ. ഇത് തോട്ടത്തിൽ ജോലിക്കാർ ആവശ്യമുണ്ടായിട്ടെന്നുള്ളതല്ല, ഈ ഉടമസ്ഥൻ്റെ നല്ല മനസ്സാണത്. ഇനി ഈ ഉടമസ്ഥൻ്റെ കൃഷിസ്ഥലം എത്ര സമ്പന്നമാണെന്ന് ആലോചിക്കുക. ഇത്ര പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനുള്ള അത്രയും വിശാലമാണ് ഈ യജമാനൻ്റെ സ്ഥലമെന്ന് മനസ്സിലാക്കണം. അവസാനം 1 മണിക്കൂർ പണിയെടുത്തന്നെ കൂലി കൊടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ആ കൂലി കൊടുക്കുമ്പോൾ എത്ര മണിക്കൂർ പണിയെടുത്തു എന്നല്ല ചിന്തിക്കുന്നത്, അവൻ്റെ വീട്ടിലാരും പട്ടിണിയാവരുത്. ഇതാണ് ഉടമസ്ഥൻ്റെ ചിന്ത. ഇതാണ് ഈ ഉടമസ്ഥൻ്റെ വലിപ്പം നമ്മൾ നോക്കുക. ഇനി ഉടമസ്ഥൻ്റെ പേരെന്താ? ദൈവം എന്നാ. ക്രിസ്തു തൻ്റെ അപ്പനെക്കുറിച്ച് യഹൂദരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ അപ്പൻ ഇതാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയൊന്നുമല്ല. നിങ്ങളുടെ ജനറോസിറ്റി അല്ല എൻ്റെ അപ്പൻ്റെ ജനറോസിറ്റി, നിങ്ങളുടെ നീതിയല്ല എൻ്റെ അപ്പൻ്റെ നീതി എന്ന് പറയാം. നമ്മൾ നോക്കുമ്പോൾ ദൈവകൃപയുടെ മാത്തമാറ്റിക്സ് സ്കാൻഡലസ് ആണ്, നമുക്ക് ഉതപ്പ് നൽകുന്നതാണ്. ഇന്നത്തെ ദൈവം പറയുന്നില്ല, ഇഫ് ഐ വിഷ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. കൃപയെന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത്, അത് നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിൽ നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നത്?